ജോർജൻസ് കോക്ക്, ഇടി മഴ കാറ്റ്. ഡയറക്ടർ അമ്പിളി എസ് രംഗൻ. റൈറ്റേഴ്സിൽ സ്ക്രീൻ പ്ലേ അമ്പിളി എസ് രംഗനും അമൽ പരപ്പൻകോടും, കൂടാതെ ഡയലോഗ്സും സ്റ്റോറിയും അമൽ പരപ്പൻകോടിൻ്റെ ആണ്. ബംഗാളിയിൽ അപാരമായ പാണ്ഡിത്യം ഉള്ള ആളാണെന്ന് തോന്നുന്നു അമൽ പരപ്പൻകോട്. BTS 7 പേർ എന്ന് പറഞ്ഞ പോലെ 7 പേർ ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. DOP നെയിൽഡ് ക്യൂഡ, അതുപോലെ എഡിറ്റർ മനോജ്, രണ്ടുപേരും ഗുഡ്. പിന്നെ ഇതിൻ്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് പെണ്ണ് ഗൗരിലക്ഷ്മിയാണ്, കൂടെ ഗണേഷ് വിയും. സിനിമയുടെ കഥ നടക്കുന്നത് പാലക്കാടും അതുപോലെ ബംഗാളിലും ആയിട്ടാണ്. ബംഗാളിൽ സ്വാഭാവികമായിട്ടും ഫ്ലാഷ് ബാക്ക് ഉൾപ്പെടെ കാണിക്കുമ്പോൾ ഫുൾ ബംഗാളിയാണ് ഭാഷ. ഇനി പാലക്കാടാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, നമ്മുടെ സെന്തിൽ രാജാമണി, അസീസ് നെടുമങ്ങാട്, ഇവർ രണ്ടുപേരും പോലീസുകാരാണ്. പക്ഷേ എന്നാലും പോലീസ് സ്റ്റേഷനിൽ ഫുള്ള് ബംഗാളികളാണ്. ഏകദേശം നമ്മുടെ പെരുമ്പാവൂർ സെറ്റപ്പാണ് ഈ സിനിമയിൽ. അതുകൊണ്ട് ഈ സിനിമ മലയാള സിനിമയാണെങ്കിലും ഒരു ബംഗാളി സിനിമയായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഉടനീളം ഇതിൽ സബ് ടൈറ്റിലുണ്ട്. പക്ഷെ ഇത്രയും സബ് ടൈറ്റിൽ നോക്കിയിട്ട് സിനിമ കാണുന്ന അങ്ങനെ ഹാബിറ്റുള്ള ആളുകൾക്ക് കൊള്ളാം, അങ്ങനെ ഹാബിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് തനി ബംഗാളി സിനിമയായിട്ട് കാണാം. വല്ലപ്പോഴും മലയാളം പറയും. പിന്നെ ഇതിലെ കഥാനായിക പൂജ ഡബ് എന്ന് പറയുന്ന ഒരു നടിയാണ് ചെയ്തിരിക്കുന്നത്, ഒരു പെൺകുട്ടി. അവരും ഫുൾ ടൈം ബംഗാളി ആണ് പെൺകുട്ടി. അവർ കേരളത്തിൽ വന്നിട്ട് ബംഗാളി പറയുകയാണ്, അവിടെ കാമകൻ ബംഗാളിയാണ്. അങ്ങനെ മലയാളികളോട്ട് ബംഗാളി സംസാരിക്കുന്ന ബംഗാളികളും ബംഗാളി പെൺകുട്ടിയും ചേർന്നിട്ടുള്ള ഒരു ബംഗാളി സെറ്റപ്പിലുള്ള ഒരു ബംഗാളി സിനിമ. അതാണ് ഇഡേ മഴ കാറ്റ്. നമ്മുടെ ചെമ്പൻ വിനോദ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇദ്ദേഹം ഒരു കുളത്തിൽ നിക്ഷേപിക്കും. ആ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു കുളമല്ല, അത് മനുഷ്യ മനസ്സെന്ന അണ്ടകടാഹമാണ്. ആ അണ്ടകടാഹം ഇത് ഒരുപാട് സിംബോളിസം, ഇമേജറി ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത് വെറും തമാശ കളിയല്ലത്. അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഈ കുളം, ആ കുളത്തിൽ ചെമ്പനടക്കി കുളിക്കും, പ്രകൃതി കുളി, ഇങ്ങനെയൊക്കെ പോകുന്ന സിനിമ. പിന്നെ ചെമ്പന് വേറൊരു പരിപാടിയുണ്ട്. ചെമ്പൻ ഒരു ബിരിയാണി ചെമ്പും തലയിൽ വെച്ചിട്ട് ചെമ്പൻ ഇങ്ങനെ നടക്കും. പിന്നെ സുധി ഖോപ്പയുടെ കയ്യിലൊരു പെട്ടിയുണ്ട്. നമ്മുടെ റൊണാൾഡോ അല്ല, ഇത് ശരിക്കും ഒരു ഇരുമ്പിൻ്റെ പെട്ടി. ഈ പെട്ടി എടുത്തിട്ട് സുധി ഖോപ്പ നടക്കും. പിന്നെ ബംഗാളി പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും. കൂടുതലും ബംഗാളിയാണ്, കൂടുതലും ഈ സിനിമയുള്ള ഭാഷ എന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുള്ള കാരണം മിക്കപ്പോഴും ഈ പെൺകുട്ടിയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ബംഗാളികളായിട്ടും പിന്നെ ഫ്ലാഷ് ബാക്കിലും ബംഗാളി, അങ്ങനെയുള്ള സെറ്റപ്പാണ്. ശ്രീനാഥ് ബാസി ഒരു മാഷാണ്. ശ്രീനാഥ് ബാസി ഇടയ്ക്ക് വന്നിട്ട് പോകും. അങ്ങനെ ത്രൂ ഔട്ട് റോളല്ല, ഒരുപാട് സീൻസൊന്നുമില്ല. ട്രെയിലറിൽ പക്ഷേ കൂടുതൽ കാണിച്ചുള്ളത് ശ്രീനാഥ് ബാസിയാണ്. സ്വാഭാവികം, കാരണം ശ്രീനാഥ് ബാസിയെ കണ്ടു കഴിഞ്ഞാൽ 4 ആൾ തിയേറ്ററിൽ കയറും എന്ന് വെച്ചിട്ടാവും. ശേഖർ മേനോൻ മ്യൂസീഷ്യൻ, അദ്ദേഹം അറിയാലോ, എടാതടിയിലെ അദ്ദേഹം ഉണ്ട്. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇടവേള വരികയാണ്. ഇടവേള വരുമ്പോഴേ എഴുതി കാണിക്കുന്നത് ഇതുവരെ നടന്നത് മേൽത്തട്ട്, അതായത് ഇതുവരെ കണ്ടതല്ല, മനുഷ്യ മനസ്സിൻ്റെ അണ്ടകടാഹമായ കുളത്തിലേക്ക് ഇനി നമ്മൾ ഊളിയിടാൻ പോവുകയാണ്. അണ്ടർ വാട്ടർ പരിപാടിയല്ല ഇനി നടക്കാൻ പോകുന്നത്. അടിത്തട്ട് അണ്ടർ വാട്ടർ സിനിമയല്ല, മനുഷ്യ മനസ്സ്. ബംഗാളി പെൺകുട്ടിയുടെ ശോകാവസ്ഥ ഇലവേറ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒരു പാട്ടുണ്ട്. മനമേ അഖിലേ നിന്നവിൻ വഴി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് ഒരു ശോകപ്പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സെന്തിൽ രാജാമണിയുടെ ഒരു 1 സൈഡ് ലവും ഒരു മോണാക്ട് സീനൊക്കെ ഉണ്ട്. ഈ സിനിമയിലൊരു ഡയലോഗുണ്ട്, പുറത്തുള്ളവർ ആണ് അകത്തുള്ളത്, നമ്മൾ ആണ് പുറത്തുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മലങ്കൾട്ട് ക്ലൈമാക്സോട് കൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. മലങ്കൾട്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു കുളം, ഈ ഒരു അണ്ടകടാഹം മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഊളിയിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിധി കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചവറായി തോന്നിയേക്കാം എന്ന് ഇതിൽ ഗൗരിലക്ഷ്മി എഴുതിയ, അവർ തന്നെ മ്യൂസിക് ചെയ്തൊരു പാട്ടുമുണ്ട്, ആഴത്തിൽ ഓളത്തിൽ നിന്നുള്ള നല്ല പാട്ടാണ്. കണ്ടവരുണ്ടോ, കാഴ്ചയുള്ളവരുണ്ടോ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്കൂൾ നാടകം ഓർമ്മ വരും. എന്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇത് നിധിയാണോ ചവറാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ 2 മണിക്കൂർ 19 മിനിറ്റ് തിയേറ്ററിൽ ചെലവഴിക്കാം. ഒരു പ്രധാന കഥാപാത്രത്തെ പറയാൻ വിട്ടുപോയി. സരൺജിത്ത് ചെയ്തിട്ടുള്ള ചാവക്കാടുള്ള ബുഹാരി. ചാവക്കാട് സ്ലാങ് ആണ്, ബാക്കിയെല്ലാവരും പാലക്കാട് സ്ലാങ് ആണ്. സ്കൂൾ നാടകം ആയിരുന്നെങ്കിൽ ബെസ്റ്റ് ആക്ടർ പുള്ളി തന്നെ.